Hi guys, welcome back Artlessboy. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ടോപ്പിക്കുകൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് തമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 100 സംതിങ്ങോളം, അതായത് 130 സംതിങ്ങോളം നമ്മുടെ കർവ്ഡ് എഡ്ജസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് iOS സ്റ്റൈലിൽ സ്റ്റോറി ഇടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ കർവ്ഡ് എഡ്ജസ്. ഓക്കെ, മെത്തേഡാണ് ഈ കർവ്ഡ് എഡ്ജസ്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീഡിയോ, അതായത് സ്റ്റോറി റീമെൻഷൻ ചെയ്താലും അതുപോലെ റീൽസ് സ്റ്റോറി ഇട്ടാലും, അതായത് നമ്മൾ ആദ്യം മെൻഷൻ നമ്മൾ വീണ്ടും അതായത് റീമെൻഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഈ ഒരു കർവ്ഡ് എഡ്ജസ്. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ വേറെ ആപ്പ് യൂസ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ കർവ്ഡ് എഡ്ജസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കർവ്ഡ് എഡ്ജസ് നമ്മൾ 130 ഫ്രീ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക, കാരണം വീഡിയോയുടെ പാസ്വേഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാതിരി ഈ വീഡിയോകൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് ഏകദേശം നല്ലൊരു ലൈക്ക്, അതായത് 1K ലൈക്ക് നിങ്ങൾ വിചാരിച്ച് സിമ്പിളായിട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ലൈക്ക് ചെയ്ത് വിചാരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തൊരു വേഗം പോയിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്, നമ്മളിതൊരു സിപ്പ് ഫയലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ സിപ്പ് ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ സെഡാർച്ച് പറഞ്ഞിട്ട് ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ആക്കണം. അപ്പോൾ ആപ്പിനെ ഡൗൺലോഡ് ചെയ്യാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന സ്ക്രീൻ റെക്കോർഡ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡൗൺലോഡിങ് സിമ്പിളാണ്. ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഡ്രൈവ് ലിങ്കിലേക്ക് പോകും. ഡ്രൈവ് നമ്മുടെ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. സിപ്പ് ഫയൽ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക. ഏതൊരു ഫോൾഡറിലൂടെ എക്സ്ട്രാക്ട് ചെയ്താൽ നമ്മുടെ PNG ഫയലുകളൊക്കെ നമ്മുടെ ഗാലറിക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഫോൾഡർ മേക്ക് ചെയ്ത് വെക്കുക. അതാണ് കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ വലിച്ചു നീട്ടി നമ്മുടെ വീഡിയോ കൊണ്ട് ലാഗ് അടിപ്പിക്കണില്ല. വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് ആരംഭിച്ചാൽ Bykof സ്റ്റോർ എன்ற ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ അവർ നമുക്ക് ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരൊരു ഫ്ലിപ്പ് അതൊക്കെ യൂസ് ചെയ്തിരുന്നില്ല. എൻ്റെ പേര് സ്ലിപ്പ് സൈഡിൽ രണ്ട് സ്ട്രാപ്പ് വരുന്നൊരു ടൈപ്പ് ഫ്ലിപ്പ് നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അവരടുത്ത് മീൻസ് പ്രൊമോഷൻ രീതിയിലല്ല നമ്മൾ ആദ്യം അവരെ കോൺടാക്ട് ചെയ്ത്, ബട്ട് അവർ നമ്മുടെ ചാനലിൻ്റെ ഇതൊക്കെ അറിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് അയച്ചു തന്നവർ. അപ്പോൾ ഞാൻ അത് ആദ്യം ബൈ ചെയ്യാനുള്ളൊരു, അതായത് ഈ ചപ്പൽ ഞാൻ എവിടെ നിന്ന് കണ്ട് വെച്ചാൽ നമ്മുടെ instaflow പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാമർ ഉണ്ട്. ആളൊരു പോസ്റ്റ് കണ്ടപ്പോൾ ആളുടെ ഈ ഒരു ചപ്പൽ കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഈ ചപ്പൽ എവിടെയെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ അവരെ അക്കൗണ്ട് മെൻഷൻ ചെയ്യാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും അവരെ അക്കൗണ്ട് കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റായിട്ടൊന്ന് കയറി ഫോളോ ചെയ്ത്, കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം എന്തായാലും ചപ്പൽസിൻ്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ കയറിയിട്ടൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ചപ്പലിനെ കുറിച്ച് പറയാൻ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ നമുക്ക് ഏതൊരു ജീൻസിൻ്റെ ഒപ്പം നമുക്ക് ഇട്ട് പോകാൻ പറ്റും. ബാഗി ജീൻസ് ആയാലും നോർമൽ ആയാലും കാർഗോ ആയാലും പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് പാൻസ് ആയാലും എല്ലാത്തിനൊപ്പം നമുക്കൊരു ഈ ഒരു ചപ്പൽ യൂസ് ചെയ്യാൻ പറ്റും. അത്ര കാഷ്വൽ ലുക്ക് ഒരു ചപ്പലാണ്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ അത് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് ചെയ്ത് ചിലപ്പോൾ വെറും 360 രൂപ വരുന്നുള്ളൂ. നാപ്റ്റോണിൻ്റെ മരുന്നായിട്ട്. ഓക്കെ, റെഡിക്ക് 360 രൂപയ്ക്ക് പക്ക ക്വാളിറ്റി തന്നെയാണ്. ആദ്യം ഇത് ഈ സ്ട്രാപ്പ് അലാസ്റ്റിക് ആണെന്നാണ് വിചാരിച്ചു. അലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അവർ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് നല്ലൊരു കംഫർട്ടാണ്. നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്കൊരു ഓക്കെ. അപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്തിട്ടാണ് നിങ്ങളടുത്ത് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ബൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുക. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അവർ എൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 2 ഡേയ്സിനുള്ളിൽ ടപ്പ് കൊണ്ട് ഷിപ്പ് ചെയ്ത് തന്നവർ പെട്ടെന്ന് ഷിപ്പ് ചെയ്യും. അപ്പോൾ അത് അടുത്തുള്ള നമ്മുടെ അടുത്തുള്ള കാർഗോ ഓഫീസിലേക്കാണ് അത് വരിക. നിങ്ങൾ അവിടെ പോയിട്ട് എടുത്താൽ മതി. പിന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് അത്രയും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ. കാരണം അടിപൊളി ചപ്പലാണ്. നിങ്ങൾക്ക് ബൈ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിന് ചെറിയ ഷോർട്ട്, അതായത് നമ്മൾ ബീറോള് മറ്റൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് Life is just always mysterious and surprising. You never know what's around the next corner. You never know what's around the next corner. വീഡിയോ കണ്ടു വിചാരിക്കണം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എന്തായാലും ആ പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. ലാഗ് അടിപ്പിക്കുന്നില്ല, പാസ്വേഡ് ഉണ്ട്, ലൈക്ക് അടിക്കുക. ഓക്കെ, ഫോണിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിൽ നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാരണം ഇതിനിടയിൽ പാസ്വേഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പാസ്വേഡ് വരും. നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിൽ നോട്ട് ചെയ്താൽ മാത്രം മതി.
ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ജസ്റ്റ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയുന്നത്, നമ്മളൊരു എക്സ്ട്രാക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് പറഞ്ഞാൽ സെഡ് ആർച്ചിവർ ഒരു ആപ്പാണ്. ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുകയാണെങ്കിൽ അവിടെ സെർച്ച് ചെയ്യാച്ചെങ്കിൽ വരുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുകയാണെങ്കിൽ തന്നെ സെഡ് ആർച്ചിവർ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഓട്ടോമാറ്റിക് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാച്ചെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ച കാര്യമാണ്. ഇതാണ് നമ്മുടെ ആപ്പ്. അപ്പോൾ നിങ്ങൾ വേറെ വല്ല ആപ്പും കയറ്റേണ്ട, ഈ ഒരു ആപ്പ് കയറ്റിയാൽ ബെറ്ററാണ് ആൻഡ്രോയിഡ് ഫോണിൽ കേട്ടോ. ഓക്കെ, iOS എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, കാരണം 130+ കർവ്ഡ് എഡ്ജസാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളിവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, എൻ്റെ ഓൾമോസ്റ്റ് ഇവിടെ ഞാൻ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുക്കുന്നുണ്ടാവും. ജസ്റ്റ് ആ ഡയറക്റ്റ് ആ ലിങ്കിൽ കയറുമ്പോൾ ഓക്കെ ഡ്രൈവ് ലിങ്കാണ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഏത് ഡ്രൈവിലേക്കാണ് ഇത് ആഡ് ആവേണ്ടത് എന്നുള്ള ആ ഡ്രൈവ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പോൾ എൻ്റെ ഒരു കുറച്ച് ഡ്രൈവ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രൈവിലേക്കാണ് ഇത് ആഡ് ആക്കുന്നത്. ജസ്റ്റ് എന്തായാലും ഒരു ഡ്രൈവോട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഡ്രൈവിലേക്ക് സിപ്പ് ഫയൽ ആഡ് ആവുന്നതാണ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ന് ചോദിക്കണം എക്സ്ട്രാക്റ്റ് ഹെയർ പറഞ്ഞിട്ട് ജസ്റ്റ് എക്സ്ട്രാക്റ്റ് ഹെയർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഫയലിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിലത്തെ ഏതെങ്കിലും കറവിൽ അത് ഓപ്പൺ ജസ്റ്റ് സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഫോൾഡർ മേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അതാണ്. കാരണം അപ്പോൾ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലുണ്ടായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യാച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം സിമ്പിളായിട്ട് അവിടെ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഫോൾഡർ മേക്ക് ചെയ്യാൻ പറ്റും. നോക്കട്ടെ, ജസ്റ്റ് ആവട്ടെ. നമുക്ക് എന്തായാലും ഒരു ന്യൂ ഫോൾഡർ ആഡ് ചെയ്യാം. അവിടെ നമുക്ക് എന്തായാലും ഒരു PNG ഫയലിൻ്റെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് നമ്മുടെ എക്സ്ട്രാക്റ്റ് ചെയ്ത ഫയൽ ആഡ് ആക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഇപ്പോൾ ഒരു 135 കർവുകളുണ്ട്, പല ടൈപ്പ് കളറായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കർവ്ഡ് എഡ്ജസാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് നമ്മൾ ആഡ് ചെയ്ത എല്ലാം ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ഇവിടെ ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഫയൽസുകളൊക്കെ നമ്മുടെ ഗാലറിക്ക് സേവ് ആയിട്ട്. നമ്മുടെ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ക്രീനിൽ ഇതാ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിലായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ കളറിൽ ഏതെങ്കിലും ഉണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്കതിനെ പറ്റിയൊരു ജസ്റ്റ് ഫ്രെയിം സൈസ് എടുത്തിട്ട് നമുക്കത് അവിടെ നിന്ന് ഇട്ട് നോക്കാം ജസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എന്തായാലും ഈ ഒരു കളർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ സ്റ്റോറി ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുറച്ച് സൂം ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഈ രണ്ടാമത്തെ ലെയർ ഇതേമാതിരി ജസ്റ്റ് ഒന്ന് ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ സ്റ്റോറിയിലേക്ക് ഈ ഒരു കർവ്ഡ് എഡ്ജ് കയറി വന്നത്. ഇതേമാതിരി നിങ്ങളുടെ സ്റ്റോറിയിലൊക്കെ കിടിലനായിട്ട് ഈ ഒരു കർവ്ഡ് എഡ്ജസ് യൂസ് ചെയ്യാൻ പറ്റും. പലതരം കളറിലും പലതരം സൈസിലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോയുടെ ലാസ്റ്റ് എൻഡിലൊക്കെ ആയിട്ട് പാസ്വേഡ് ഉണ്ടാവും. നിങ്ങളെന്തായാലും മറക്കാതെ പാസ്വേഡ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്താലാണ് നമ്മുടെ ലിങ്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തായാലും നിങ്ങൾ 1K ഒരു ലൈക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട താങ്ക്സ് ഫോർ വാച്ചിങ്.